ഇയാൾ ഈ പരംവീർ ചക്ര ഇയാൾ കൊടുത്തു, അത് വേറെ കാര്യം. പരംവീർ ചക്ര കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഈ വെടിയുണ്ട ഏറ്റെടുത്തത്? 15 വെടിയുണ്ട കൊണ്ടപ്പോൾ ഇയാൾ വിചാരിച്ചു കാണുമോ 15 വെടിയുണ്ട ആകുമ്പോൾ ഒരു മഹാവീർ ചക്രയെ കിട്ടുള്ളൂ, എന്നാൽ പാകിസ്ഥാൻകാരോട് ഒരു 2 കൂടെ വെച്ചേരും, എനിക്ക് പരംവീർ ചക്ര തന്നെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ ഇയാൾ പോയത്? നിങ്ങളിന്ന് നെഞ്ഞു വിരിച്ച് നടക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ച ആളല്ലേ യോഗേന്ദ്ര സിംഗ് യാദവ്? നിങ്ങളൊരു പൂവിടണ്ട, അയാളെ ഫോൺ വിളിക്കണ്ട, അയാളുടെ പടം വെച്ച് നിങ്ങൾ അറിയണ്ട. ഇങ്ങനൊരു വ്യക്തി ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് അയാൾക്ക് 42 വയസ്സേ ഉള്ളൂ. അതുപോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പച്ചയ്ക്കൊരു ചോദ്യം ചോദിക്കാം, ഈ ഇയാള് ഏറ്റെടുത്ത 17 വെടിയുണ്ട് ഒരു വേസ്റ്റ് അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഹിസ്റ്ററിയൊക്കെ വായിക്കുന്നതല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ്, ഒരു നടിക്ക് എത്ര മക്കളുണ്ട്, അതിന്റെ ആദ്യത്തെ ഭർത്താവ് എന്തൊക്കെയാണ് നമ്മൾ പരതണത്? എത്ര സമയമെടുക്കും പരംവീർ ചക്ര നേടിയിട്ടുള്ള ആൾക്കാർ എന്താണെന്നും അവരുടെ കഥകൾ എന്താണെന്നും അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ഒരാള് 17 വെടിയുണ്ടൊക്കെ ഏറ്റെടുത്ത് പരംവീർ ചക്ര കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം. അതൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോയാണെങ്കിൽ തന്നെ ഇവർ കുറേ പേര് മരിച്ചു. കാർഗിൽ യുദ്ധം നമ്മൾ ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞ് എഴുതിയതുകൊണ്ടൊന്നും കാര്യമില്ല. അതിന് വില കൊടുത്ത ചില ആൾക്കാരുണ്ട്.